ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമുള്ളപ്പോ എവിടെ കൂടുന്ന സഹാബ? ഖുർആന്റെ ആയത്ത് കേട്ട് സഹാബത്ത് തിരിഞ്ഞു നിന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോ ഇസ്രാ പട്ടാളത്തിന്റെ 3 ലക്ഷം പടയാളികള് സഹാബത്ത് 30,000 വരുന്ന സഹാബത്ത് അടിച്ചമർത്തി. പരാജയം മുമ്പിൽ കണ്ടപ്പോ ഇസ്രക്കാര് യൂഫ്രട്ടീസ് നദിയുടെ മുമ്പിലൂടെ വലിച്ചു കെട്ട പാലത്തിലൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചോടി. എന്നിട്ട് വരെ മറുഭാഗത്ത് ചെന്നിട്ട് യൂഫ്രട്ടീസ് നദിയുടെ കുറുകെ വലിച്ചു കെട്ട പാലം തകർത്ത് വെള്ളത്തിലിട്ടു. സഹാബത്ത് നോക്കുമ്പോ ചുരുക്കി പറയട്ടെ, ചരിത്രത്തിന്റെ വിസ്മയമായ അവസാനമാണിത്. സഹാബത്ത് നോക്കുമ്പോ യുദ്ധം ജയിച്ചിട്ട് യൂഫ്രട്ടീസ് നദിയുടെ മറുഭാഗത്ത് നോക്കുമ്പോ മറുകര കടക്കാൻ പാലമില്ലാതെ യൂഫ്രട്ടീസിന്റെ തിര ഇങ്ങനെ ചലിക്കുകയാ. ആ യൂഫ്രട്ടീസിന്റെ മറുഭാഗങ്ങളിലോ സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും പാതിരാവിന്റെ നിശബ്ദമായ സ്വപ്നങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ഇസ്രാ രാജാവിന്റെ കൊട്ടാരം ഇങ്ങനെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ കൊട്ടാരത്തിലേക്ക് കയറി വിശ്വമാനവിക സംസ്കാരത്തിന്റെ തക്ബീറിന്റെ നാദം മുഴക്കാൻ സഹാബത്ത് വെമ്പൽ കൊള്ളുമ്പോ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ യൂഫ്രട്ടീസ് ഇങ്ങനെ കൂലം കുത്തിയൊടുകയാ. മറുകര കടക്കാൻ പാലമില്ല. മുസ്ലിമേരിന്റെ ചരിത്രം അറിയുമോ? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു കൂലം കുത്തിയൊടുക്കുന്ന യൂഫ്രട്ടീസിന്റെ മുമ്പിൽ പോയി വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. സഹാബത്ത് നിസ്കരിച്ചു. ആകാശത്തേക്ക് കൈയെത്തി പറഞ്ഞു, അല്ലാഹ്, നിന്റെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങള് പൊരുതി നേടിയ വിജയമാണിത്. യൂഫ്രട്ടീസിന്റെ മറുഭാഗത്ത് എന്റെ ഹബീബായ മുത്തിനു നീ വാഗ്ദാനം ചെയ്ത കിസ്രയുടെ കൊട്ടാരമാണ്. യൂഫ്രട്ടീസിനെ ചലിപ്പിക്കുന്നതിന്, യൂഫ്രട്ടീസിനെ നിലനിർത്തുന്നതിന് ഇതിന്റെ ഓളങ്ങൾ നിന്റെ കയ്യിലാണ് റബ്ബേ എന്ന് ദുആ ചെയ്തിട്ട് ചരിത്രത്തിന്റെ നായകൻ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ചാടിക്കയറി. ആ കുതിരയുടെ കടിഞ്ഞാണ് വലിച്ച് കുതിരാവേശത്തോടെ അതിന്റെ മുൻകാലുകൾ തടം തള്ളിയാ തുടങ്ങുന്ന യൂഫ്രട്ടീസിന്റെ ഉപരിതലത്തിലേക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ കാല് തൊട്ടപ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, കുതിരയുടെ കാല് തൊടേണ്ട താമസം അതേവരെ തടം തള്ളിയാ തുടങ്ങിയ യൂഫ്രട്ടീസ് നിശ്ചലമായി. അത് ഐസ് കട്ട പോലെ തണുത്തുറഞ്ഞുപോയി. തടം തള്ളിയാ തുടങ്ങിയ യൂഫ്രട്ടീസ് സയ്യിദ് എന്ന് പറയുന്ന ഇസ്ലാമിക പോരാളിയുടെ കുതിരയുടെ കുളമ്പടിയുടെ സ്പർശനമേറ്റപ്പോ മഞ്ഞ് കട്ട പോലെ, ഐസ് കട്ട പോലെ ഉറച്ചതായി. സയ്യിദ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് സഹാബത്ത് അത്ഭുതത്തോടെ നോക്കുമ്പോ സയ്യിദിന്റെ കുതിരയുടെ അല്പം പോലും യൂഫ്രട്ടീസിൽ താണില്ല. ചരിത്രം ചരിത്രമാണ്. ആ യൂഫ്രട്ടീസിന്റെ മുകളിൽ നിന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ റോഡിലൂടെ, ഈ ഗ്രൗണ്ടിലൂടെ കുതിര പോകുന്നത് പോലെ നദിയുടെ മുകളിലൂടെ കുതിര പായുകയാ. ഇത് കണ്ട സഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് 30,000-ഓളം വരുന്ന കുതിരകൾ യൂഫ്രട്ടീസിന്റെ മാറത്തിറങ്ങി. ആ യൂഫ്രട്ടീസിന്റെ തിരമാലയുടെ മുകളിലൂടെ ഏത് യൂഫ്രട്ടീസ്? ഇറാഖിയുടെ മയ്യത്ത് കുമിഞ്ഞുകൂടിയ യൂഫ്രട്ടീസ്. ജോർജ് ബുഷ് തകർത്തെറിഞ്ഞ 10,000-കണക്കിന് ഇറാഖിലെ പാവപ്പെട്ടവന്റെ മയ്യത്തിനൊടുങ്ങി നടക്കുന്ന യൂഫ്രട്ടീസിന്റെ മുകളിൽ കുതിരയുടെ പട്ടാളം മാർച്ച് ചെയ്തു. 30,000-ഓളം വരുന്ന കുതിരപ്പട്ടാളം ആ നദിയുടെ മുകളിലൂടെ പാഞ്ഞു പോകുമ്പോ മറുഭാഗത്ത് നിന്ന് കിസ്രക്കാരിത് വിട്ട് വിളിച്ചു പറഞ്ഞു, ഇത് മനുഷ്യരല്ല, ഇവര് മുഹമ്മദിന്റെ ജിന്നുകളാണ്. ഇത് ജിന്നുകളാണ്, ഇത് മനുഷ്യരല്ല, മനുഷ്യരല്ല, മനുഷ്യരല്ല. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ആ കുതിരപ്പട്ടാളം വന്നപ്പോ മറുകരയിൽ നിന്ന് കല്ലെറിഞ്ഞാൽ പോലും ഇവര് തിരിച്ചു പോകും. പക്ഷേ 3 ലക്ഷം കല്ലെടുത്തെറിഞ്ഞാൽ മതി. അനിവാര്യമായ തകർച്ച പടച്ചറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ് കൈകൊണ്ടുക? കിസ്റാ പട്ടാളം മുഴുവനും അവരുടെ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു മറുകര കടന്നിട്ട് കിസ്റാ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചൊല്ലുമ്പോ നൗശർവാൻ ചക്രവർത്തി മുതൽ ശീശേവാൻ ചക്രവർത്തി വരെ വരുന്ന മുഴുവൻ രാജാക്കന്മാരെ ധരിച്ചിരിക്കുന്ന സ്വർണ്ണക്കട്ടാരങ്ങൾ, സ്വർണ്ണവളകൾ, സ്വർണ്ണ ചഷകങ്ങൾ ആ കിസ്റാ സാമ്രാജ്യത്തിന്റെ ഖജനാവിന്റെ മുമ്പിൽ പോയി നിന്നപ്പോ ഒരു മന്ദമാരുതൻ സയ്യിദിന്റെ മുടിയടകളെ തടുകി തലോടിപ്പോയപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം.
എത്രയെത്ര തോട്ടങ്ങളാണ് അവർ ഉപേക്ഷിച്ചു പോയത്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ആ കിസ്റയുടെ ഭണ്ഡാരം കുത്തി തുറക്കുമ്പോ അതിൽ നിന്ന് കുറെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി. മഹാനായ ബഷീറത്തുൽ ഖസാസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഞങ്ങൾ അറേബ്യയിലെത്തണമെങ്കിൽ സമയമാകും, ഒരു വലിയ ഭണ്ഡാരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് ഇത് കൊണ്ടുപോയി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുക. ഇനിയാണ് ചരിത്രം വഴിമാറി നൽകുന്നത്. ഇവിടെയാണ് മുത്ത് റസൂലിന്റെ നിയോഗം പൂർത്തിയാകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രോമകുഞ്ചിതങ്ങൾ രോമാഞ്ചം വരട്ടെ, നിന്റെ രോമകൂപങ്ങൾ വിജൃംഭിതമാകട്ടെ. ഇത് മുത്ത് റസൂലിന്റെ വാഗ്ദാനമാണ്. ബശീറത്തുൽ ഖസാസി റളിയല്ലാഹു അൻഹു ഈ ഭാണ്ഡക്കെട്ടുമായി മദീനയിലെത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു വിവരമറിയാൻ കാത്തു നിൽക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കിസ്റയുടെ കൊട്ടാരത്തിന്റെ കിരീടം കൊടുത്തിട്ട് മഹാനവറുകളുടെ മുമ്പിൽ തുറക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. ആ ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തോർത്തതുപോലെ കൂടി നിന്ന സഹാബത്തിനോട് ചോദിച്ചു, അയിന സുറാഖ, അയിന സുറാഖ, എവിടെ സുറാഖ, എവിടെ എവിടെ സുറാഖത്ത് ബിൻ മാലിക് എവിടെ? സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. യാ അമീറുൽ മുഅ്മിനീൻ, എന്നെ വിളിച്ചു അമീറുൽ മുഅ്മിനീൻ. വാദ്യം കൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി പകുതി നഷ്ടപ്പെട്ടു പോയ സുറാഖത്ത് ബിൻ മാലിക്കിനോട് പറഞ്ഞു, ഇവിടേക്ക് വാ സുറാഖ. മഹാനായ സുറാഖ റളിയല്ലാഹു അൻഹു സുറാഖയിൽ മദീനത്തേക്ക് ഹിജറ പോയപ്പോ അബൂജഹലിന്റെ തങ്കവള മോഹിച്ച് കൊല്ലാൻ പോയ സുറാഖ മെല്ലെ നടന്നു വന്നു. ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈനീട്ട് സുറാഖ. സുറാഖത്ത് ബിൻ മാലിക് കൈനീട്ടി കൊടുത്തു. ആ ഭാണ്ഡത്തിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു കൈയിറക്കി. എന്നിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോ അതിൽ രണ്ട് തങ്കവളകൾ കിടന്ന് പളവളാ മിന്നുകയാണ്. ആ ഭാണ്ഡത്തിന്റെ ഉള്ളിൽ കിസ്റ ചക്രവർത്തിയുടെ കയ്യിൽ കിടന്ന തങ്കവളകൾ മിന്നിത്തിളങ്ങുകയാണ്. സുറാഖ കൈനീട്ട് സുറാഖ. സുറാഖത്ത് ബിൻ മാലിക് എന്തെന്നറിയാതെ കൈനീട്ടിയപ്പോ കിസ്റ രാജാവിന്റെ കയ്യിൽ കിടന്ന രാജചിഹ്നമായ തങ്കവള വൃദ്ധനായ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് മെല്ലെ ഇട്ടുകൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. സുറാഖത്ത് ബിൻ മാലിക് ചോദിച്ചു, ഇതെന്താണ് ഉമറേ? ഇത് കിസ്റ രാജാവിന്റെ തങ്കവളയാണ് സുറാഖ. അവിടെ കിടന്ന് വാവിട്ട് നിലവിളിച്ചില്ല മുഅ്മിനീങ്ങളെ സുറാഖ. ആ തങ്കവള തന്റെ കയ്യിൽ കിടന്നപ്പോ സുറാഖയുടെ മനസ്സിലൂടെ 1000 ഓർമ്മകൾ പോവുകയാ. മുത്ത് റസൂൽ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത്, അബൂജഹൽ തങ്കവള വാഗ്ദാനം ചെയ്തത്, കിട്ടാനുള്ള മോഹത്തോടെ പുറകെ വാളുമായി പാഞ്ഞത്, 3 പ്രാവശ്യം മണലിലോട്ട് മടങ്ങി വീണത്, അവസാനം നിരാശയോടെ മടങ്ങി വീണപ്പോ സുറാഖ മദീനയിലേക്ക് ഹിജറ പോകുന്ന വഴിത്താരയിൽ സുറാഖ നിന്റെ കയ്യിൽ കിസ്റ രാജാവിന്റെ തങ്കവള കിട്ടും സുറാഖ എന്ന് പറഞ്ഞപ്പോ മുത്ത് റസൂലിനെ താൻ ഭ്രാന്തൻ എന്ന് വിളിച്ചത്, എന്റെ ഹബീബിനെ ഞാൻ ഭ്രാന്തനെന്ന് വിളിച്ചു പരിഹസിച്ചത്, മുഹമ്മദേ നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞത്, സുറാഖ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടിപ്പോയി. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. സദസ്സ് മുഴുവനും വിളിച്ചു ചോദിച്ചു, ഉമറേ സന്തോഷിക്കേണ്ട സമയമല്ല ഉമറേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? കിസ്റ സാമ്രാജ്യം തകർന്നു ഉമറേ. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, കിസ്റ രാജാവിന്റെ തങ്കവള നമ്മുടെ കാൽച്ചുവട്ടിൽ കിടക്കുമ്പോ ഞാൻ എന്റെ ഹബീബിനെ ഓർത്തു. ഖന്തക്കിന്റെ യുദ്ധത്തിന് വേണ്ടി കടങ്ങു കുടിക്കുന്ന നേരത്ത് വിശന്നിട്ട് ഞങ്ങൾ ഹബീബായ നബിയോട് ആവലാതി പറഞ്ഞപ്പോ, നബിയെ വയറ്റില് കല്ല് കെട്ടിയിരിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നബിയോട് ആവലാതി പറഞ്ഞപ്പോ പാറ പൊട്ടുന്നില്ല നബിയെ എന്ന് ആവലാതി പറയവേ ഒരു ഇരുമ്പിന് ആയുധം എടുത്തിട്ട് ഖന്തക്കിന്റെ കുഴി കുടിക്കുന്ന സമയത്ത് കണ്ട പാറക്കെട്ടിലെ കാഞ്ഞു വീശിയപ്പോ ഇരുമ്പിന് ആയുധം കരിമ്പാറയിൽ സ്പർശിച്ചപ്പോ തീപ്പൊരി
തീപ്പൊരിവുണ്ടവേ. ഉമറേ, എന്താണ് നബിയെ ഈ മിന്നുന്ന തീപ്പൊരി കണ്ടോ? കണ്ടു നബിയെ, ഇത് കിസ്റയുടെ ഖജനാവാണ് ഉമറേ. എന്നാ സമയത്ത് പറയുമ്പോ ആ പണിയായുധം പൊക്കുമ്പോ ഞാൻ കണ്ടതാണ് എന്റെ മുത്തിന്റെ വയറ്റിൽ 2 കല്ല് കെട്ടി വെച്ചിരിക്കുന്നത്. ഇന്ന് കിസ്റയുടെ തങ്കവള എന്റെ കാൽച്ചുവട്ടിൽ കിടക്കുമ്പോ ഇതൊന്നും കാണാൻ എന്റെ ഹബീബായ നബിതങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ. എന്നെ നബിതങ്ങളെ റൗളയിൽ കിടന്നത് കാണുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനേ, ഇതാണ് ഹുബ്ബ്, ഇതാണ് ഇഷ്ക്. കിസ്റയുടെ കൊട്ടാരം നിന്റെ കാൽക്കീഴിൽ വന്ന മുത്ത് പറഞ്ഞ മുത്തിന്റെ മുമ്പിലാണ് നമ്മൾ അവിടെ നിന്ന് ഓർക്കുന്നത്. നബിയെ, അങ്ങ് പറഞ്ഞതൊന്നും പാടായിട്ടില്ല. അങ്ങയുടെ നിയോഗം പൂർത്തിയാക്കി ഒരു വിയോഗത്തിനങ്ങ് തയ്യാറായല്ലോ നബിയെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിയോഗമാണ് പറയേണ്ടത്. ആലസ്യപ്പെടണ്ട, ട്രംപ് വരട്ടെ, ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ തിരിയട്ടെ. ഇല്ല ഇല്ല, ഇത് ഹബീബായ മുത്തിന്റെ പട്ടാളമാണ്. ജുനൂദുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ഇൻഷാ അല്ലാഹ് വിയോഗത്തിന്റെ വഫാത്തിന്റെ കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ചൊല്ലാം സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പ്രതീക്ഷയിൽ വന്നതാണ് അവസാന സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ രോഗങ്ങൾ മാറാൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, ഞങ്ങളുടെ കടങ്ങൾ മാറാൻ. ഇൻഷാ അല്ലാഹ് അവസാന സ്വലാത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെ നമ്മൾ കാക്കുന്നു. ഇനി മുത്തിന്റെ വഫാത്തിന്റെ കണ്ണുനീരിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ സംഘാടകരുടെ ബക്കറ്റുമായി ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇന്നത്തെ സദസ്സ് പാഴാക്കരുതേ. എന്റെ ദുആ ഇന്ന് സ്വീകരിക്കപ്പെടണം. ആഗ്രഹത്തോടെ ഒരു സദഖ അതിലേക്ക് നിർവഹിക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഹൃദയത്തിന്റെ നീരുറവകൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഉറക്കാമീൻ പറയും മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ മാറാത്ത രോഗങ്ങളുണ്ടാവില്ല, ഇവിടെ മാറാത്ത കടങ്ങൾ ഉണ്ടാവില്ല, ഇവിടെ തീരാത്ത വേദനകൾ ഉണ്ടാവില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് ബക്കറ്റുമായി വരുമ്പോ അതിന് സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറാത്തുകളും നൽകണേ അല്ലാഹ്. സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിയോഗം പറയാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഒന്ന് നന്നായി ചർച്ച ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഞാനൊരു സമകാലീന ലോകത്തിന്റെ ആനുകാലിക പരിസ്ഥിതികളുമായി ബന്ധപ്പെടുത്തി അതിനൊരു വിഷയത്തെ ഒരു കൺക്ലൂഡ് ചെയ്യാൻ. അള്ളാഹു ഏത് നിയോഗത്തിനും ഒരവസാനം, ഒരു വിയോഗമുണ്ടാവും. മുത്തറസൂലും വിയോഗത്തിലൂടെ നമുക്ക് ഒത്തിരി സമ്മാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ലോകമാർക്കും ശാശ്വതമല്ല, ഈ ലോകമാർക്കും ശാശ്വതമല്ല. എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയും. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇൻഷാ അല്ലാഹ് ഇനി വഫാത്ത് പറയാൻ. എല്ലാവരും ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ആ വഫാത്ത് പറയുമ്പോൾ നമ്മുടെ കണ്ണ് ചിമ്മാൻ പാടില്ല, നമ്മുടെ കൽബ് പതറാൻ പാടില്ല. ഇനി നമ്മൾ ഇഷ്കിന്റെ അവസാന തീരങ്ങളിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് എത്തൂല്ലേ? ഉസ്താദ് വരുമെന്നുള്ള പ്രതീക്ഷ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ 2 മണിക്കൂർ കഴിഞ്ഞു. എത്ര പിന്തുണോ അതിനനുസരിച്ച്
അൽഹംദുലില്ലാ നമ്മൾ ദുആ ചെയ്യും. എനിക്ക് ഞാൻ കോട്ടയത്ത് നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഇന്നലെ യാത്ര കഴിഞ്ഞ് ഇവിടെ വന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണം ഇന്നലെ പ്രസംഗത്തിലുണ്ടായില്ല. ഇന്ന് പകലൊട്ടും ഉറങ്ങിയിട്ടില്ല, എന്നിട്ടും ആ ക്ഷീണം പ്രസംഗത്തിലില്ല. എന്തുകൊണ്ട്? അതൊരു മുത്ത് റസൂലിന്റെ സാന്നിധ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ നിങ്ങളുടെ ദുആ എപ്പോഴും ഉണ്ടായാൽ മാത്രം മതി, വേറൊന്നും ഈ വിനീതൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ദുആ ഉണ്ടാവണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനിന്ന് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ വീട്ടിൽ പോയി. തങ്ങൾ എന്നോട് പറഞ്ഞു അവരൊക്കെ മദീനയുടെ സുഗന്ധം. തങ്ങൾ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ നിങ്ങളുടെ പ്രസംഗമാണ് എപ്പോഴും യൂട്യൂബിൽ കേൾക്കുക, അവർ നിങ്ങളുടെ ഒരു ഫാനാണ്. ഞാൻ ആഗ്രഹിച്ചു പോയി, പടച്ചവനെ അവരുടെയൊക്കെ ഒരു ദുആ ഏതായാലും അത് കാണുമ്പോൾ അള്ളാഹുവേ എന്ന് പറഞ്ഞൊരു മനസ്സിന്ന് പറയുന്നൊരു ദുആ. ഒരു സയ്യിദ് കുടുംബം, അപ്പോഴും അവർക്ക് ഇഷ്ടം വാക്കവിയുടെ വാളിഷ്ടമാണ്. ഇവിടെ വന്നപ്പോൾ സയ്യിദ് നുജുമുദ്ദീൻ തങ്ങൾ എന്നോട് പറഞ്ഞു ഉമ്മാക്ക് തീരെ സുഖമില്ല, നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു തങ്ങളുടെ ഉമ്മാക്ക് ഞാൻ ദുആ ചെയ്യോ, തങ്ങൾ തന്നെ മതി, മോൻ തന്നെ മതി. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും നിങ്ങൾ ഇവിടെ വാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയോട് എന്നോട് ദുആ ചെയ്യാൻ പറയണേ. സാധാരണക്കാരല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്താണ്. ആലുൻ നബിയ്യി ദരീഅത്തി മിന്നി ഇലൈക വസീലത്തി. എന്റെ മനസ്സിന് വലിയ സന്തോഷം തോന്നിയ ദിവസമാണ്. കാരണം രണ്ട് സയ്യിദന്മാർ അവർ പറഞ്ഞു ഞങ്ങളുടെ ഉമ്മമാരൊക്കെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ, എന്നെ വേട്ടയാടപ്പെടുന്നുണ്ട് വല്ലാതെ. പിന്നെ സിംസാറിലൊക്കെ ഹുദവി വന്നതിന് ശേഷം ഇപ്പം എല്ലാം വേട്ടയുടെ അസ്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ പുറകെയായിട്ട് ഞങ്ങൾക്കൊരല്പം റെസ്റ്റ് ഉണ്ട്. ഉദവി വന്നുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആമ്പൊക്കെ ആയിട്ട് വേട്ടക്കാർ അദ്ദേഹത്തിന്റെ പുറകെയാണ്. നമുക്കൊരു താൽക്കാലിക ശമനമുണ്ട്, എന്നാലും അവിടെയും അമ്പ് തറയ്ക്കുന്നില്ല എന്ന് കരുതിയാൽ പിന്നെ പഴയ മാൻപേടയെ തന്നെയാണ്. വേട്ടക്കാരൻ അങ്ങനെയാണ്, മാനിനെ പ്രതീക്ഷിച്ചു വന്നാൽ മ്ലാവെങ്കിലും കിട്ടാതെ അവൻ തിരിച്ചു പോവില്ല. അതാണ് വേട്ടക്കാരന്റെ പ്രതീതി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തുകൊണ്ടെന്നറിയില്ല, അള്ളാഹു നമ്മുടെ സൗഹൃദത്തെ നിലനിർത്തി തരട്ടെ. ഷഹീദ് ഫൈസൽ കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞിയിൽ 99% മുസ്ലിമീങ്ങളാണ്. ഒരു ഹിന്ദുവിന്റെ ശരീരത്തെ തൊട്ടിട്ടില്ല അവർ. ഒരു കടയ്ക്ക് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ഹൈന്ദവ സഹോദരന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അവിടുത്തെ മുഴുവൻ നേതൃത്വവും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ പാരമ്പര്യം. അള്ളാഹു ആ പാരമ്പര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. കാരണം എന്തിനാണ് നമുക്ക് ഈ കൊല, എന്തിനാണ് നമുക്ക് ഈ അരുങ്കല, എന്തിനാണ് ഈ പ്രതികാരങ്ങൾ, എന്തിനാണ് ഈ രക്തത്തിന്റെ കണക്കുകൾ? ഇല്ല, ഇവിടെ നിന്ന് നാം മടങ്ങാനുള്ളവരാണ്. ലൗകാനത്തി ദുനിയാ തദൂമൂനി വാഹിദേ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അറബി കവിയുടെ ആന്തരികമായ ആപ്തവാക്യത്തിന്, ആശയത്തിന് അത്യുന്നതമായ തലങ്ങള് നമ്മുടെ മരണവുമായി ബന്ധിച്ച് ഞാൻ തുടങ്ങുകയാണ്. അറബി കവ പറഞ്ഞത് നിഅമമാ ഖാല ശായിറു. അറബി കവിയുടെ വാക്കുകൾ എത്രയോ സൗന്ദര്യാത്മകമാണ്. ലൗകാനത്തി ദുനിയാ തദൂമൂനി വാഹിദേ. ഈ മണ്ണിന്റെ പുറംവരിയുടെ മുകളിൽ ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ, മരണം ആർക്കെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുമായിരുന്നുവെങ്കിൽ, ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. എന്റെ മുത്ത് റസൂൽ എന്ന് മദീനയിൽ ഉണ്ടാകുമായിരുന്നല്ലോ. അസ്റായീൽ വരുന്നവരിൽ നിന്നും ഒരാളെങ്കിലും ഒഴിവായിരുന്നുവെങ്കിൽ, എന്റെ ലോകത്തിന്റെ ഹബീബ്, എന്റെ ലോകത്തിന്റെ ഹബീബ്, ഈ ലോകത്തിന്റെ മുഴുവനും നേതാവ്, ആ നേതാവിനെയും വെറുതെ വിട്ടില്ലല്ലോ. അസാലത്തേക്കുൾ, ഇമാമത്തേക്കുൾ, സിയാറത്തേക്കുൾ, ഇമാറത്തേക്കുൾ, ഹുകൂമത്തേക്കുൾ, വിലായത്തേക്കുൾ, खुदा कहेगा तुम्हारे लिए, खुदा कहेगा तुम्हारे लिए. അസാലത്തേക്കുൾ, ഈ ലോകത്തിന് മുഴുവനും അസ്തിത്വത്തിന് അടിസ്ഥാനമായി, ഇമാമത്തേക്കുൾ, ലോക ജനതയുടെ നേതാവായി, ഹുക്കൂമത്തേക്കുൾ, എല്ലാ പ്രശ്നത്തിന്റെയും വിധികർത്താവായി വന്ന നബിയെ, അങ്ങയുടെ വീട്ടിലും അസ്റായീൽ വന്നല്ലോ നബിയെ. അങ്ങയുടെ ആ പുണ്യമായ വീട്, അങ്ങയുടെ പുണ്യമായ വീട്, അങ്ങയുടെ പുണ്യമായ വീട്
ഏത് വീടാണ് പെങ്ങള്? തൃക്കരിപ്പൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെയോ, വാക്കവി വന്നിട്ടൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. മുത്ത് റസൂല് ജീവിച്ച വീടേതാ? ആ വീടിന്റെ റൂമേതാ? അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കിടന്നത്. ആയിഷ ബീവി എന്ന പാവപ്പെട്ട ഭാര്യ കടന്നുറങ്ങിയ വീടിന്റെ മുറിയാണ് ഇന്ന് ഖുർആനിൽ സൂറത്തിന് പേര് വെച്ചത് സൂറത്തുൽ ഹുജറാത്ത്. മുറികൾ സൂറത്തുൽ ഹുജറാത്ത്. എന്താണ് അതിന്റെ അർത്ഥം? ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ, ഹുജർ എന്ന് പറഞ്ഞാൽ റൂം. ഹുജർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതാ? റൂം. ആരുടെ റൂമാണത്? ആ റൂമാണ് 10 മുഴം നീളമുള്ള 8 മുഴം വീതിയുള്ള. ആകാശത്ത് മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും ഗൃഹനാഥന്റെ ദാടി രോമങ്ങളിലൂടെ ചോർന്നൊലിച്ച ഹബീബായ നബി തങ്ങൾ കിടന്നുറങ്ങിയ റൂമാ. ആ റൂമിലേക്കാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. ആയിഷ ബീവി വലിയ ഭാഗ്യവതിയാണ്. കാരണം എന്തെന്നറിയുമോ? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും എന്റെ വീടേതാ? അതാണ് ബൈത്തു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ, നിങ്ങൾ എത്ര ഭാഗ്യവതിയാ. നിങ്ങൾ താമസിച്ച വീടിന്റെ ഇടയിലാണ് ഭൂമിയിലെ സ്വർഗത്തിന്റെ പണി നിർമ്മാണം പൂർത്തിയായത്. ആയിഷ ബീവി ഭാഗ്യവതിയാണ്. പെങ്ങളെ, ഒരു ആയിഷയാവണ്ട പെങ്ങള്. തൃക്കരിപ്പൂരിലെ പെങ്ങള് ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട കാമുകന്റെ കൂടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കെടുത്തും പൂർത്തിയാക്കി. മണലാരുണ്യത്തിൽ കട്ടപ്പെട്ട വാപ്പയോടുള്ള കണക്ക് മുഴുവനും ഇന്നലെ കണ്ടവന്റെ കൈ പിടിക്കുമ്പോ ഇനി വാപ്പ എന്നെ അന്വേഷിക്കണ്ടെന്ന 4 അക്ഷരത്തിൽ തീർക്കുന്ന പെങ്ങള്, പ്രണയമെന്ന 4 അക്ഷരത്തിലോട് ജീവിതം തീർത്ത പെങ്ങള്. അറിയുമോ നിനക്ക് ആയിഷ ബീവിയെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത്. ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത്. വല്ലാതെ അസുഖം കൂടിയപ്പോ ഹബീബായ നബി തങ്ങൾ ഒരാഗ്രഹം പറഞ്ഞു ഭാര്യമാരോട്. എന്താണ് നബിയെ? എനിക്കെന്റെ ആയിഷയുടെ വീട്ടിൽ പോകണം. എനിക്ക് അന്ത്യശ്വാസം വലിക്കുന്നത് എന്റെ ആയിഷയുടെ വീട്ടിലായിരിക്കണം. ഓ, എല്ലാ ഭാര്യമാരോടും പറഞ്ഞു എനിക്കെന്നെ ആയിഷയുടെ വീട്ടിൽ പോകണം. അവളാണ് എന്റെ കൽബ്, അവളാണ് എന്റെ ഹൃദയത്തിന്റെ തൂവൽ സ്പർശം. ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ.